ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ഫെബ്രുവരി 16-ാം തീയതി. ഈ ദിവസത്തിൻ്റെ ആശംസകൾ നിങ്ങൾക്ക് നേരുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനവും അർപ്പിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിന് ആധാരമായിട്ട് നമ്മൾ ഉൽപ്പത്തി പുസ്തകം 45-ാമത്തെ അധ്യായമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ അധ്യായത്തിലും നിറഞ്ഞു നിൽക്കുന്ന കഥാപാത്രം ജോസഫ് തന്നെയാണ്. ജോസഫിൻ്റെ സഹോദരന്മാരും ജോസഫിൻ്റെ പിതാവായ യാക്കോബിനെയും ഒക്കെ നമുക്ക് ഈ അധ്യായത്തിൽ കാണാനായിട്ട് കഴിയും. ജോസഫിന് തൻ്റെ ഹൃദയത്തിൻ്റെ വികാരത്തെ മറച്ചു വയ്ക്കുവാൻ കഴിയാത്തൊരു സ്ഥിതി വന്നു. ജോസഫിൻ്റെ സഹോദരന്മാർ വന്നു. അവരെ സഹോദരന്മാരാണെന്ന് മനസ്സിലായി എന്ന് മാത്രമല്ല, ബെന്യാമിനെ കണ്ടപ്പോൾ ഒരു വിധത്തിലും ജോസഫിന് തൻ്റെ വികാരങ്ങളെ മറച്ചു വയ്ക്കുവാനായിട്ട് കഴിഞ്ഞിരുന്നില്ല. തൻ്റെ ചുറ്റും നിന്നിരുന്ന എല്ലാ മിസ്രൈമ്യരെയും ജോസഫ് പുറത്താക്കിയെന്നാണ് വായിക്കുന്നത്. ജോസഫ് സഹോദരന്മാരും തനിയെ അവശേഷിച്ചു. ജോസഫ് വാവിട്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞാൻ ജോസഫ് ആകുന്നു, ഐ ആം ജോസഫ്. ഒരു വലിയ പ്രസ്താവനയാണ്, വലിയ വെളിപ്പെടുത്തലാണ്. എന്നാൽ ആ വെളിപ്പെടുത്തൽ തൻ്റെ സഹോദരന്മാർക്ക് കനത്ത ആഘാതവും ഭയവും ഉളവാക്കി. കാരണം അവർ ജോസഫിനെ കൊല്ലുവാൻ ശ്രമിച്ചിട്ട് ഒടുവിൽ വിറ്റ് പണം വാങ്ങി അതുകൊണ്ട് ചിലവാക്കി സന്തോഷിച്ച ആളുകളാണ്. എങ്ങനെ ജോസഫിൻ്റെ മുഖത്ത് നോക്കുവാൻ അവർക്ക് കഴിയും? അതിനുള്ള കരുത്ത് അവർക്ക് എങ്ങനെ ലഭിക്കും? ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വെളിപ്പാടാണെന്ന് അവർക്ക് കിട്ടിയത്. അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല. മിസ്രൈമിൽ ധാന്യം കൊള്ളുവാനായിട്ട് പോകുന്ന ഒരു സന്ദർഭത്തിൽ ഞാൻ ജോസഫ് ആകുന്നു എന്നൊരു പ്രസ്താവന കേൾക്കുമെന്ന്. കഥ കഴിഞ്ഞെന്നാണ് അവർ വിചാരിച്ചത്. ജോസഫിന് അവൻ്റെ കഥ കഴിഞ്ഞു. അവനെ ആരോ ഏതോ വീട്ടിൽ അടിമപ്പണി ചെയ്യുകയാണ്. ഇനി അവനെ കണ്ടുമുട്ടുന്നൊരു പ്രശ്നമേ ഇല്ലെന്ന് വിചാരിച്ച ആളുകളാണ്. അപ്പോഴാണ് ഇതാ ഞാൻ ജോസഫ് ആകുന്നു എന്ന് അവരുടെ മുൻപിൽ പറയുന്നത്. അപ്പോഴെന്താ സംഭവിച്ചത്? തങ്ങൾ ചെയ്ത അപരാധത്തിൻ്റെ ഭാരവും കുറ്റബോധവും അവർക്ക് താങ്ങാനാവാത്തൊരു സ്ഥിതി വന്നു. ഒളിച്ചോടാമെന്ന് കരുതിയാൽ എങ്ങോട്ടാണ് ഒളിച്ചോടുന്നത്? എല്ലാം കൂടെ ഒരു വല്ലാത്ത അവസ്ഥയിലാണ് അവരിപ്പോൾ. കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു സ്ഥിതിയിലാണ് അവർ. ജോസഫിനെ വിട്ട് പോകാനൊക്കും അതും ഒക്കുകയില്ല, ഒളിച്ചോടാനൊക്കും അതും ഒക്കുകയില്ല. എന്നാൽ അത് ജോസഫിൻ്റെ വിജയ ദിവസമായിരുന്നു കേട്ടോ. അത് ജോസഫിൻ്റെ ദിവസവും ഒന്നാമത് തൻ്റെ സ്വപ്നങ്ങൾ ദൈവം സാക്ഷാത്കരിച്ച ദിവസമാണ്. ഒരിക്കലും ആ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുമെന്ന് ജോസഫ് വിചാരിച്ചില്ല, പക്ഷേ സാക്ഷാത്കരിക്കപ്പെട്ട ദിവസം. രണ്ടാമത് തൻ്റെ സഹോദരന്മാരെ കണ്ടെത്തിയ ദിവസമാണ്. എത്ര കാലമായി സഹോദരന്മാരെ കണ്ടിട്ട്. തൻ്റെ സഹോദരനായ ബെന്യാമിനെ, അവനെ ഒന്ന് കാണാനുള്ള ആഗ്രഹം, അവനെ കണ്ട ദിവസമാണ്. മൂന്നാമത് തൻ്റെ അപ്പൻ ജീവനോടിരിക്കുന്നു എന്ന വാർത്ത ലഭിച്ച ദിവസമാണ്. ദിവസം. എല്ലാം കൊണ്ടും സാഫല്യം പ്രാപിച്ച ഒരു നിമിഷമായിരുന്നു അത്. താൻ മരിച്ചുപോയി എന്ന് കരുതി തന്നെ ഓർത്ത് വിലപിച്ചുകൊണ്ടിരുന്ന തൻ്റെ പിതാവിന്, മിസ്രൈമിൽ എനിക്കുള്ള മഹത്വം നിങ്ങൾ എൻ്റെ അപ്പനെ അറിയിക്കണമെന്നാണ് ജോസഫ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞു, മിസ്രൈമിൽ എനിക്കുള്ള മഹത്വം എൻ്റെ അപ്പനെ അറിയിക്കണം. മകൻ നഷ്ടപ്പെട്ടു പോയി, മകനേ ഇല്ല, അവൻ പോയി എന്ന് വിചാരിച്ച് വിഷമിച്ചിരുന്ന പിതാവിനോട് ജോസഫ് പറഞ്ഞു, ചെന്ന് എൻ്റെ മഹത്വം അറിയിക്കണമെന്ന്. എത്ര അഭിമാനത്തോടെ ആയിരിക്കണം ആ വർത്തമാനം യാക്കോബ് ലഭിച്ചത്. ജോസഫ് അയച്ച രഥങ്ങളും കുതിരകളും കണ്ടപ്പോഴാണ് അവന് ചൈതന്യം വന്നത്. അതൊരു മനോഹരമായിരിക്കുന്ന ദിവസമായിരുന്നു. കർത്താവ് തൻ്റെ മക്കളെ ന്യായം വിധിക്കുന്ന നാളിലും ഇതുതന്നെയായിരിക്കും പലരുടെയും സ്ഥിതി. കടുത്ത ലജ്ജയും നിരാശയും പലർക്കും ഉണ്ടാകും. എന്നാൽ മറ്റുള്ളവർക്കാകട്ടെ ആനന്ദവും അഭിമാനവും ഉണ്ടാകും. നമ്മുടെ ലക്ഷ്യങ്ങൾ ശരിയല്ലെങ്കിൽ കർത്താവിൻ്റെ സന്നിധി നിൽക്കുമ്പോൾ നമ്മുടെ അനുഭവങ്ങളും ശരിയാകില്ലെന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ. ജോസഫിൻ്റെ ലക്ഷ്യങ്ങൾ ശരിയായിരുന്നത് കൊണ്ടാണ് തൻ്റെ അനുഭവങ്ങളും ശരിയായത്. എന്നാൽ ജോസഫിൻ്റെ സഹോദരന്മാരുടെ ലക്ഷ്യങ്ങൾ ശരിയായിരുന്നില്ല, അതുകൊണ്ട് അവരുടെ അനുഭവങ്ങളും ശരിയായിരുന്നില്ല. ജോസഫിൻ്റെ മുൻപിൽ അവർ നിന്നപ്പോൾ അവർക്ക് വലിയ വേദനയുണ്ടായി. ഞാൻ കർത്താവിൻ്റെ മുൻപിൽ നാം നിൽക്കുന്ന ദിവസത്തെ ഓർക്കുകയാണ്. തെറ്റായ ഉദ്ദേശത്തോടുകൂടി നാം ചെയ്യുന്ന പല പ്രവൃത്തികൾ മറ്റുള്ളവർക്കറിയില്ല എന്തുകൊണ്ട് നാം അത് ചെയ്തു. അനേകരെ നാം ദുഃഖിപ്പിച്ചു, അനേകരെ വേദനിപ്പിച്ചു. തെറ്റായ ലാഭങ്ങൾ നമുക്കുണ്ടാകും നമ്മൾ വിചാരിച്ച് പല പ്രവൃത്തികളും ചെയ്തു. ആരും കാണുകയില്ല, ആരും അറിയില്ലെന്ന് വിചാരിച്ച് പല കാര്യങ്ങളും ചെയ്തു. എന്നാൽ കർത്താവിൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ ഞാൻ ജോസഫ് ആകുന്നു എന്ന് കർത്താവ് പറഞ്ഞതുപോലെ ചിലപ്പോൾ പറയും, ഇവൻ കള്ളനാകുന്നു, ഇവൻ വഞ്ചകനാകുന്നു, ഇവൻ ഒറ്റുകാരനാകുന്നു, ഇവൻ ദ്രവ്യാഗ്രഹിയായിരുന്നു,
എന്നിങ്ങനെ ഓരോരുത്തരുടെ കുറ്റങ്ങളെ കർത്താവ് വെളിപ്പെടുത്തുന്ന ഒരു ദിവസം നമുക്ക് ലജ്ജയല്ലേ ഉണ്ടാകുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, അങ്ങനെ ഒരു ദിവസം വരാതിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാവുന്നത് എന്താണ്? ഇപ്പോൾ തന്നെ അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുകയാണ് ചെയ്യേണ്ടത്. ന്യായവിധി ദിവസം നമുക്ക് ഭയങ്കര ദിവസമായിരിക്കുന്നത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാത്തതായ തെറ്റുകളാണ്. പക്ഷേ എല്ലാ തെറ്റുകളും ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാൻ കഴിയില്ല. കാരണം തെറ്റനുഭവിച്ചതായിരിക്കുന്ന ആളുകൾ കാലയവനിക്ക് ഉള്ളിലേക്ക് പോയി, അപ്പുറത്തേക്ക് പോയി. ഇനി എങ്ങനെ അവരോട് പറയുന്നത്? ദോഷം ചെയ്ത അനുഭവിച്ച ആളുകളൊക്കെ പലരും കഴിഞ്ഞു പോയി. നമുക്കത് തിരിച്ചെടുക്കാനായിട്ട് കഴിയുകയില്ല. ഇനിയും കർത്താവിൻ്റെ നാളിൽ അതിനെ നാം ശിക്ഷ അനുഭവിക്കുക മാത്രമേ നമുക്ക് ഗതിയുള്ളൂ. അതുകൊണ്ട് ജോസഫിൻ്റെ ഈ ചരിത്രം നമുക്കൊരു വലിയ മുന്നറിയിപ്പായിരിക്കട്ടെ. ആരും അറിയുകയില്ല എന്ന് വിചാരിച്ചാണ് സഹോദരന്മാർ തെറ്റ് ചെയ്തത്. ജോസഫിനെ വിറ്റ് ആരറിയാനാണ്? ജോസഫിൻ്റെ വസ്ത്രം ആടിൻ്റെ ചോരയിൽ മുക്കി പിതാവിനെ ഏൽപ്പിച്ചു. പിതാവ് അത് കണ്ടം പറഞ്ഞ് എൻ്റെ മകൻ്റെ വസ്ത്രം തന്നെയാണ്, വന്യമൃഗങ്ങൾ അവനെ ചിന്തിക്കളഞ്ഞു എന്ന് യാക്കോബ് പറഞ്ഞു. അങ്ങനെ യാക്കോബ് അതേക്കുറിച്ച് കരഞ്ഞു ദുഃഖിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ ജോസഫിനെ വിറ്റതിനെ സംബന്ധിച്ച് ആരും അറിയില്ല. അങ്ങനെ ഒരു കാര്യം ഇനി പൊന്തി വരികയില്ല, ചരിത്രത്തിൽ അതിനൊരു അവസരമില്ല എന്ന് കണ്ടാണ് ആ സഹോദരന്മാരിരുന്നത്. അപ്പോഴാണ് ഇതാ അവരുടെ പാപം മുഴുവനും പൊങ്ങി വരുന്നു. എന്തൊരു ഭയങ്കരമായിരിക്കുന്ന സംഭവമാണ്. അങ്ങനെയുള്ള ഒരനുഭവം ന്യായവിധി ദിവസത്തിൽ നമുക്കുണ്ടാകാതിരിക്കുവാനായിട്ട് നമ്മുടെ ഉദ്ദേശങ്ങൾ ശരിയായിരിക്കട്ടെ, നമ്മുടെ ലക്ഷ്യങ്ങൾ ശരിയായിരിക്കട്ടെ, നമ്മുടെ മാർഗങ്ങൾ ശരിയായിരിക്കട്ടെ. നാം സത്യസന്ധരായിട്ട് നമുക്ക് ജീവിക്കാം. വലിയവനായ ദൈവം അതിന് നമ്മെ സഹായിക്കട്ടെ.